നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് പുതിയ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. യൂട്യൂബ് ചാനൽ നിർമ്മിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായ ഒരു കാര്യം നമുക്കൊരു പുതിയ ഇമെയിൽ ഐ ഡി വേണം എന്നുള്ളതാണ്. ഇമെയിൽ ഐ ഡി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് യൂട്യൂബ് ചാനൽ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമുക്ക് ആദ്യം ഒരു ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ അതിൽ പ്രൊഫൈലുകൾ കൊടുക്കാനുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ട്, നിരവധി കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഉള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമുക്ക് തലപുകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട, അതിന് മാത്രമുള്ള സംഗതിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇമെയിൽ ഐ ഡി വേണം എന്നുള്ളതേ ഉള്ളൂ. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങാനായി ആദ്യം നമ്മളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ യു എന്നുള്ള ഓപ്ഷനിൽ കാണാൻ സാധിക്കും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ചാണോ നമുക്ക് ചാനൽ തുടങ്ങേണ്ടത് ആ ഇമെയിൽ ഐ ഡി ഇതിലൊന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഇവിടെ മുകളിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ടു അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ പേരിലുള്ള ഇമെയിൽ ഐ ഡിയിലല്ല ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നിർമ്മിച്ച ഇമെയിൽ ഐ ഡി ഇതിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. അതിന് എനിക്ക് ആദ്യം ഞാൻ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ സ്വിച്ച് ടു അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ഇമെയിൽ ഐ ഡികളും ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏത് ഇമെയിൽ ഐ ഡിയിലാണ് നമുക്ക് ചാനൽ തുടങ്ങേണ്ടതെന്ന് വിചാരിച്ചാൽ ആ ഇമെയിൽ ഐ ഡിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ നമുക്ക് ചാനൽ തുടങ്ങേണ്ടത് ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിൽ യൂട്യൂബ് ചാനൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷനുമായി നമ്മളുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി യൂട്യൂബ് ചാനൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും യു എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ച ആ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ കൂടി നമ്മളുടെ പേരിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രൊഫൈൽ ഐക്കൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ മുകളിലുണ്ട്. അതേപോലെ ഇമെയിൽ ഐ ഡിയിൽ കൊടുത്ത നെയിം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അതേപോലെ ഹാൻഡിൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളുടെ ഐ ഡി ഇമെയിൽസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചാനലിൻ്റെ നെയിം യുണീക്കായ നെയിമായിരിക്കണം. അതേപോലെ ഹാൻഡിൽസും മറ്റാരും ഉപയോഗിക്കാത്ത ഹാൻഡിൽസുകൾ കൊടുത്താലേ നമുക്ക് സെർച്ച് റിസൾട്ടിലൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് കയറി വരാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കിതിൻ്റെ പ്രൊഫൈൽ ഐക്കൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. അങ്ങനെ സേവ് എന്ന് കൊടുത്തപ്പോൾ നമ്മൾ പുതിയ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ചാനലിൻ്റെ പൂർണ്ണ രൂപം കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേര് അതേപോലുള്ള എല്ലാ സംഗതികളും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള അടിയിലത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ലൈവ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിരവധി ഓപ്ഷനുകളുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ചാനൽ മിനിമം ഒരു 1000 സബ്സ്ക്രൈബറെങ്കിലും ആവേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇനിയും ചേഞ്ചസുകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും, പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളുടെ ചാനലിൻ്റെ പേര് മാറ്റണമെങ്കിലോ അതേപോലെ ഹാൻഡിൽസ് മാറ്റണമെങ്കിലോ ഡിസ്ക്രിപ്ഷൻ മാറ്റണമെങ്കിലോ ഒക്കെ അത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ചേഞ്ച് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ചാനലിൽ യൂട്യൂബിനെ കുറിച്ചുള്ള എല്ലാ പുതിയ അപ്ഡേറ്റുകളും അതുപോലെ യൂട്യൂബ് ചാനൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും യൂട്യൂബ് ചാനലിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചും എല്ലാ വീഡിയോകളും നമ്മൾ വിശദമായിട്ട് ചെയ്യുന്നതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, തുടർന്നുള്ള വീഡിയോകൾ കൂടി കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ജയ് ഹിന്ദ്.